എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. ഉണരുവിൻ, അഖില ശക്തിയെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, കർമ്മനിരതരാകുവിൻ. ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞിക്കൂട്ടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഔഷധ കഞ്ഞിക്കൂട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ കഞ്ഞി കുടിക്കുന്ന ഈ ഔഷധക്കഞ്ഞി കുടിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും വൈകുന്നേരം ഒരു നേരം ആ ആഹാരം മാത്രമായി കഴിക്കാൻ ശ്രമിക്കണം. അത് കൂടാതെ ഇറച്ചി, മീന്, മുട്ട, മറ്റ് ആഹാരങ്ങളൊന്നും ഈ 5 ദിവസമോ 7 ദിവസമോ നമ്മൾ നിശ്ചയിച്ച് കഴിക്കുന്ന ആ ദിവസം ഇതെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് കഴിച്ചാൽ നമുക്ക് നല്ല ദഹനശക്തിയെ ക്ലിയറാക്കി ശരീരത്തിന് ആരോഗ്യത്തെയും ബലത്തെയും പ്രതിരോധശേഷിയും ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഔഷധക്കഞ്ഞിക്കൂട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയുന്നത്. അതിൽ ഒന്ന് ഇങ്ങനെയാണ്, അത് ചേർക്കേണ്ട പൊടി, അതായത് ഇതാണ് ഔഷധക്കൂട്ടിൻ്റെ ഔഷധപ്പൊടിയായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതാണ്. അത് കണക്ക് പിന്നെ ഞവര അരിയാണ്. അത് ഒരാൾക്കൊരു പിടി അരി, അത്രയും തന്നെ ഒരു പിടി ചുവന്ന ഉള്ളി നല്ലപോലെ വൃത്തിയായിട്ട് പൊളിച്ചെടുത്തത്, അത് കണക്ക് തന്നെ ഒരു പിടി ഉലുവ, ആ ഉലുവയും കൂടെ ചേർത്ത് ഈ അരിയും ഉലുവായും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വേവിച്ച് അത് അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഇതാണ് ദശപുഷ്പത്തിൻ്റെ പൊടിയാണ്. ദശപുഷ്പത്തിൻ്റെ കൂടെ ചുക്ക്, മുളക്, തിപ്പലി, ഇത് മൂന്നും കൂടെ ചേർത്ത് എടുക്കുന്നത്. അങ്ങനെ 13 മരുന്നാണ് നമ്മൾ ഈ ഔഷധ കഞ്ഞിക്കൂട്ടിന് ഉപയോഗിക്കുന്നത്. അതിങ്ങനെയാണ്: പൂവാങ്കുറുന്നൽ മുയൽ ചെവിയൻ കറുക കയ്യൊന്നിയും നിലപ്പന വിഷ്ണുക്രാന്തി തിരുതാളി ഒഴിഞ്ഞ മുക്കുറ്റി ചെറുള. ഇതാണ് ദശപുഷ്പം. ഈ 10 അതിനൂടെ ചുക്ക്, മുളക്, തിപ്പലി, ഈ 3 പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ കൂട്ടി 13 മരുന്നുകൾ പൊടിച്ചെടുക്കുന്നതാണ്. ഇത് ഒരാൾക്ക് 1 സ്പൂൺ പൊടി വെച്ച് ഇതിനകത്തിടണം. ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ കഞ്ഞി ശരിയാക്കി കഴിക്കേണ്ടത്. ഇങ്ങനെ കഞ്ഞി കഴിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പഥ്യാനുഷ്ഠാനങ്ങളോടുകൂടി നമ്മളൊരു 7 ദിവസം കഴിച്ചാൽ ആ 7 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉള്ള പ്രതിരോധശേഷി, ശരീരത്തിനുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യുമാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കുണ്ടാകാവുന്ന എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വിളിച്ചു ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ ഓരോ വീട്ടിലും നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് ഈ ദശപുഷ്പങ്ങളെല്ലാം. ഇനി എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ കൃത്യമായി അത് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞു തന്ന് നമ്മുടെ ഈ ഔഷധക്കഞ്ഞി നമ്മുടെ മലയാളികളെല്ലാം ഉണ്ടാക്കി കഴിക്കുമാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.